ഹായ്, വെൽക്കം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലുണ്ടായിരുന്ന ഒരു വ്യക്തി, നിങ്ങൾക്ക് ഒരുപാട് സങ്കടങ്ങളും വിഷമങ്ങളും സമ്മാനിച്ചൊരു വ്യക്തി. ആ വ്യക്തി ഇപ്പോൾ കടന്നു പോകുന്ന സാഹചര്യം എന്താണ്? അവർ ചെയ്ത തെറ്റുകൾ അല്ലെങ്കിൽ അവർ പറഞ്ഞ വാക്കുകൾ എന്തു തന്നെയായാലും ആ വ്യക്തിക്ക് ആ ഒരു കാര്യങ്ങൾ ഓർത്ത് ആ വ്യക്തി പശ്ചാത്തപിക്കുന്നുണ്ടോ? അതുപോലെ തന്നെ നിങ്ങളെ കുറിച്ച് ഓർക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. അപ്പോൾ എന്തായാലും റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് പേഴ്സണൽ ആയിട്ടുള്ളൊരു പെയ്ഡ് റീഡിംഗ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ത്രൂ അല്ലെങ്കിൽ ഡയറക്റ്റ് DM ചെയ്യാവുന്നതാണ്. എന്തായാലും റീഡിങ്ങിലേക്ക് കടക്കാം. എന്താണ് ആ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ? എന്താണ് ആ വ്യക്തി മനസ്സിലൂടെ ചിന്തിക്കുന്നതെന്ന് നോക്കാം. നിങ്ങൾക്ക് ഈ വ്യക്തിയുമായിട്ടുള്ളൊരു കോണ്ടാക്റ്റ് അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ സ്ഥാനം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്നത് ഇവിടെ അവസാനിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതായത് നിങ്ങൾ തമ്മിലുള്ള ബന്ധം അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് കോണ്ടാക്റ്റ് എല്ലാം ഒരു സൈക്കിൾ ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ കറൻ്റ്ലി നിങ്ങൾ ആ വ്യക്തിയെക്കുറിച്ച് ആലോചിക്കാനോ അല്ലെങ്കിൽ ആ വ്യക്തിക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ തന്നെയാണ് നിൽക്കുന്നത്. ആ വ്യക്തിയുടെ ഒരു എനർജി കാണാൻ പറ്റുന്നത് ആ വ്യക്തിക്ക് ഇപ്പോൾ യാതൊരു വ്യക്തതയില്ലാതെ മുന്നോട്ട് പോകുന്നതാണ്. വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ളൊരു മനോഭാവത്തിൽ മുന്നോട്ട് പോകുന്നൊരു അവസ്ഥ തന്നെയാണ്. ആ വ്യക്തി ചെയ്തു വെച്ച പല കർമ്മങ്ങളാണ് അതിന് ഒരു കാരണമായിട്ടിവിടെ ഭവിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ആ വ്യക്തിക്ക് പല ചതിക്കുഴികളിൽ ആ വ്യക്തി വീഴാൻ നിൽക്കുന്നുണ്ട്, വീണിട്ടുമുണ്ട്. പക്ഷേ ഇപ്പോഴും അതിൽ നിന്നും ഒരു തിരിച്ചറിവ് ആ വ്യക്തിക്ക് ഇവിടെ ലഭിച്ചിട്ടില്ല. കറൻ്റ്ലി ഇപ്പോൾ ഉള്ള ഒരു ഇൻഫോർമേഷനും കാണുന്നത് ആ വ്യക്തിക്ക് ഇപ്പോഴും പല കാര്യങ്ങൾ ചിലപ്പോൾ ഹാബിറ്റ്സിൽ പല അഡിക്ഷൻസ് ഉണ്ടാവാം. എന്തെങ്കിലും ഒരു ബാഡ് ഹാബിറ്റ്സ് പോലുള്ള കാര്യങ്ങൾ ഇപ്പോൾ അവരുടെ ലൈഫിലുണ്ട്. അതുപോലെ തന്നെ ഒബ്സസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പും ഒരു അഡിക്ഷൻസ് പോലെയുള്ള കാര്യങ്ങളാണ് ഇവിടെ കാണുന്നത്. ഒട്ടും ശരിയല്ലാത്ത രീതിയിലുള്ളൊരു ബന്ധങ്ങളിലേക്കും ജീവിതം തന്നെ ഒരു വഴിതെറ്റി പോകുന്ന ഒരു നിലപാടിലാണ് ആ വ്യക്തി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതൊരു പക്ഷേ ആ വ്യക്തിയുടെ കർമ്മങ്ങളിൽ തന്നെയാണ് ആ വ്യക്തി ഈ ഒരു നിലയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഈ ഒരു വ്യക്തി പല രീതിയിലുള്ള വിഷമങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്, പല ബുദ്ധിമുട്ടുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വ്യക്തി ഈ ഒരു സമയത്ത് പല കാര്യങ്ങളിൽ നിന്നിട്ട് ഓർമ്മകളിൽ നിന്നിട്ട് ഒഴിഞ്ഞു മാറാൻ തന്നെയാണ് പല തെറ്റായ വഴികളിൽ ആ വ്യക്തി പോകുന്നത്. ഇപ്പോൾ ആ വ്യക്തിയെ സംബന്ധിച്ചിട്ട് ഒരു കാര്യങ്ങൾ ഓർക്കാനായിട്ട് അവർക്ക് മനസ്സിൻ്റെ ഉള്ളിലുണ്ട് അവർ ചെയ്ത പല തെറ്റുകൾ. അപ്പോൾ അതിൽ നിന്നും ഒരു ഒളിച്ചോട്ടമാണ് ആ വ്യക്തി ഇപ്പോൾ കറൻ്റ്ലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും നിങ്ങളുമായി ഇത് റെസനേറ്റ് ചെയ്ത റീഡിംഗ് ആണെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാം.